മണ്ഡലം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും താല്പര്യമില്ലാത്ത ഒരു നേതാവ് എന്ന് പറയുന്നത് കെ ശൈലജയാണ്. അവരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതാണ് പേരാവൂരിൽ. ഓപ്പോസിറ്റ് നിൽക്കുന്നത് സണ്ണി ജോസഫാണ്. 3 തവണയായിട്ട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി പൈലി വാത്തിയാട്ടാണ്. എന്താണ് പേരാവൂരിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു റിപ്ലൈ? പേരാവൂരിൽ നിന്ന് റിപ്ലൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറഞ്ഞാൽ ശരിയാണ്. മുഖ്യമന്ത്രിക്ക് താല്പര്യം കുറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥി കോൺസ്റ്റിറ്റ്യൻസി അല്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ സ്ഥിരം ജയിക്കുന്ന സ്ഥലത്തുനിന്ന് മട്ടന്നൂരല്ലേ അവിടെ നിന്ന് മാറ്റി അവർ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. സണ്ണി ജോസഫ് 3 ടൈം MLA ആണ് എന്ന് മാത്രമല്ല ഇപ്പൊ KPC പ്രസിഡന്റാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളാണ് കണ്ണൂർ ജില്ലയിൽ മുഴുവൻ. പിന്നെ അതില് SC/ST വോട്ടുകൾ 1.45%, അത് സിഗ്നിഫിക്കൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ BDJSന്റെ സ്ഥാനാർത്ഥിയാണ് NDA സ്ഥാനാർത്ഥി പൈലി വാത്തിയാട്ട്. അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ ആരെയാണെന്നുള്ളതിൽ വളരെ ശ്രദ്ധേയമാണ്. അപ്പം എങ്ങനെ വന്നാലും അവിടെ ശൈല ടീച്ചർക്ക് അവിടെ വലിയ സാധ്യത കാണുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് വലിയ സാധ്യത കാണുന്നില്ല, സണ്ണി ജോസഫ് തന്നെ ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിന്റെ മനസ്സൊന്നടങ്കം ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് കൂടിയാണ് കെ ശൈലജ. കാരണം ആദ്യത്തെ ടേമില് ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ കയറി കൂടിയ ഒരു നേതാവ് കൂടിയാണ്. അപ്പൊ നമുക്ക് അതിൽ വിഭിന്ന വിഷയങ്ങളുണ്ട്, വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്രത്തോളം കയറിയ ഒരു കാൻഡിഡേറ്റ്, ഒരുപക്ഷെ മുഖ്യമന്ത്രിയെക്കാളും കയറി കൂടിയ ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പോ ആ ഒരു പ്രഭാവം ഒരു മാറ്റം വരുത്തുമെന്ന് വിചാരിക്കാൻ പറ്റില്ലേ? പക്ഷെ അത് കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തി പ്രഭാവം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് വളരെ ചുരുക്കം സംഭവിച്ചിട്ടുള്ളൂ. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലത്ത് കരുണാകരൻ, പക്ഷെ കരുണാകരൻ പോലത്തെ പ്രഭാവം ഉണ്ടായിട്ടും തോറ്റിട്ടില്ലേ? തൃശ്ശൂർ തോറ്റിട്ടില്ലേ ലോക്സഭയിൽ? അല്ലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോക്സഭയിൽ തോറ്റിട്ടുണ്ട്. പക്ഷെ അപൂർവം ചില സംഗതികളിൽ ഇപ്പൊ സുരേഷ് കുറുപ്പിന്റെ വ്യക്തി പ്രഭാവത്തിന് ഒരു കുറവില്ലാത്ത ആളായിരുന്നു. ഞാൻ പറയുന്ന ഐ ആം ടോക്കിംഗ് അബൌട്ട് 1989. 84 അദ്ദേഹം ആദ്യമായിട്ട് ജയിക്കുമ്പോൾ വളരെ അറിയപ്പെടുന്ന കേരള കോൺഗ്രസ് നേതാവിനെ UDFന്റെ കേരള കോൺഗ്രസ് നേതാവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. നല്ല SFIയുടെ നേതാവെന്ന നിലയ്ക്ക് നല്ല ഗ്ലാമറോടുകൂടി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇതൊക്കെയാണെങ്കിൽ 1989 എന്താ സംഭവിച്ചത്? രമേശ് ചെന്നിത്തല വന്നു നിന്നപ്പോൾ സുരേഷ് കുറുപ്പ് ജയിച്ചില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ആ കോട്ടയം കോൺസ്റ്റിറ്റ്യൻസി ആയിട്ട് സാധാരണ ഇതിൽ പറഞ്ഞ ബന്ധമൊന്നുമില്ല, അവിടുത്തുകാരനല്ല. രമേശ് ചെന്നിത്തല KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാവെന്ന് എനിക്ക് ആൾക്കാർക്ക് അറിയുന്ന ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സുരേഷ് കുറുപ്പിന്റെ വ്യക്തിപ്രഭാവം അവിടെ ഫലിച്ചില്ല. അത് കേരളത്തിന്റെ ഒരു മനഃശാസ്ത്രത്തിന്റെ സംഭവമാണ്. ആളുകളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് അങ്ങനെ വോട്ട് കൊടുക്കാറില്ല. അതുകൊണ്ടല്ലേ ഇപ്പം നോർത്ത് ഇന്ത്യ എന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് കേരളത്തിൽ നിർത്തിയ BJPക്ക് കേരളത്തിൽ ജയിക്കാം എന്നുള്ള ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. പ്രധാനമന്ത്രിക്ക് എന്താ മത്സരിച്ചൂടെ തിരുവനന്തപുരത്ത് എന്നൊക്കെ ഇങ്ങനെ ചില അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നമാണ് കേരളത്തിന്റെ വോട്ടേഴ്സിന്റെ മനഃശാസ്ത്രം അങ്ങനെയല്ല. സർ, പക്ഷേ 2011 മുതൽ തുടർച്ചയായി 3 തവണയാണ് സണ്ണി ജോസഫ് അവിടെ ജയിക്കുന്നത്. അത് ശരിവെക്കുന്നു. പക്ഷെ അതിനു മുമ്പ് വരെ CPM കൈയടക്കി വെച്ചിരുന്ന മണ്ഡലം തന്നെയായിരുന്നു അത്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളത് ശരി തന്നെ. അതിനുശേഷം വീണ്ടും ഒരു മാറ്റത്തിന് സാധ്യതകൾ നമുക്ക് തള്ളാൻ പറ്റുമോ? അതൊരു സാധ്യത ഇപ്പൊ മാത്രമാണ്. സണ്ണി ജോസഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആണ്. പക്ഷെ പലപ്പോഴും അദ്ദേഹം വാർത്തകളിലോ മറ്റോ നിറഞ്ഞു നിന്ന ഒരു സജീവ സാന്നിധ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നതും ഒരു നയപരമായിട്ട് ഈ കാര്യം 2 ടീമുകളെ 2 നേതാക്കന്മാരെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് തമ്മിൽ തല്ലുണ്ടാവാതെ പോകാൻ വേണ്ടി കൊണ്ടു നിർത്തിയ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആണെന്ന് ഉള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത് UDFന് ഇപ്പോ മുൻതൂക്കം ഉള്ളത് കൊണ്ട് മാത്രം ജയിച്ചു എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ ഈ പൈലി വാത്തിയാട്ടെ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് അവിടെ വോട്ട് പിടിക്കാനുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒക്കെ അനുസരിച്ച് വോട്ട് പിടിക്കാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. അദ്ദേഹം കുറെ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അത് NDAയുടെ സ്ഥാനാർത്ഥിയല്ലേ. BJPക്ക് അത്യാവശ്യം വോട്ടുള്ള സ്ഥലമാണ് പേരാവൂര്. തീരെ മോശമായ സ്ഥലമല്ല. കണ്ണൂർ ജില്ലയുടെ പ്രത്യേകതകളുണ്ട്. കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തും BJPക്ക് പണ്ടത്തെ അപേക്ഷിച്ച്
വോട്ടിംഗ് ശതമാനം കൂടുതലായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ അദ്ദേഹം പിടിക്കുന്ന വോട്ട് ആരുടെ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശൈലജ ടീച്ചർക്ക് ഈ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു പോയാൽ അങ്ങനെയാണെന്നുള്ളത് സത്യമാണെങ്കിൽ എന്ന് വേണം കരുതാൻ. അത് പൊതുവായിട്ട് എല്ലാവരും പറയുന്ന കാര്യം കൂടിയാണ്, നമ്മളായിട്ട് അതുകൊണ്ടാണ് മാത്രം നമ്മളായിട്ട് പറയുന്നതല്ല. പറഞ്ഞതല്ല. അതുകൊണ്ടാണല്ലോ ആ സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിക്ക് താല്പര്യം കുറഞ്ഞ ഒരാളാണെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനം അത്രയധികം ഉഷാറാവണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു കാര്യമില്ലേ. അവർ മറ്റൊരു സ്ഥലത്താണ് വന്നു നിൽക്കുന്ന ആളാണ്. അവർക്ക് എത്ര വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിലും സംഘടനാ യന്ത്രം ചലിപ്പിക്കാനായിട്ട് പലപ്പോഴും സ്ഥാനാർത്ഥിയല്ല സംഘടനാ യന്ത്രം ചലിപ്പിക്കുന്നത്, ഏത് പാർട്ടിയിലായാലും. ഇപ്പോ സണ്ണി ജോസഫിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നതും അവിടെ ഈ പൈലി വാത്തിയാട്ടെ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മുൻപ് BJP കയറി പോരാതിരുന്ന, അതായത് വലിയ പ്രാമുഖ്യമില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് സണ്ണി ജോസഫ് ജയിച്ചിട്ടുള്ളത്, ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ളത്. പക്ഷെ പൈലി വാത്തിയാട്ട് വരുമ്പോൾ അവിടെ അതിനൊരു കോട്ടം ഉണ്ടാവുമല്ലോ. അത് പൈലി വാത്തിയാട്ട് വോട്ട് പിടിക്കുന്നത് UDFന്റെ മാത്രം ആവണമെന്നില്ലല്ലോ. കാരണം CPM-ലെ ധാരാളം അസംതൃപ്തർ പ്രോ BJP ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ ത്രൂ ഔട്ട് കേരളം നോക്കിക്കഴിഞ്ഞാൽ. പലരും പരസ്യമായിട്ട് വരുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. പരസ്യമായിട്ട് രാജിവെക്കലും ഷോള അണിയിച്ചുകൊണ്ട് സ്വീകരിക്കലും അതിനെല്ലാവരും വരുന്നില്ലായിരിക്കും. പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് പലരും CPM-കാർ ധാരാളം പേര് BJP അനുകൂലികളാണ് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്ത്. അപ്പം അങ്ങനെ വരുമ്പോൾ സണ്ണി വാർത്തയായിട്ട് ശൈലജ ടീച്ചർക്ക് കിട്ടേണ്ട വോട്ടും പിടിക്കില്ലേ. അങ്ങനെ ഒരു സാധ്യത നന്നായിട്ടുണ്ട്. ഇപ്പോൾ സണ്ണിയെ സംബന്ധിച്ച് ഒരു കാര്യം ശരിയാണ്, സണ്ണി കരിസ്മാറ്റിക് ലീഡർ അല്ല. സണ്ണി അവിടുത്തെ DCC പ്രസിഡന്റായിരുന്നു, അവിടെയൊക്കെ നിലനിന്നിരുന്ന ഒരാളാണ്. പിന്നെ നല്ല ലോക്കലിയുള്ള സ്വാധീനം ലോക്കൽ സ്വാധീനം നല്ലതാണ്. DCC പ്രസിഡന്റ് ആയിരുന്നല്ലോ ദീർഘകാലം. പിന്നെ എന്തുകൊണ്ട് അയാളൊരു കരിസ്മാറ്റിക് ലീഡർ ആവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് പറയുമെങ്കിൽ അത് വളരെ സിമ്പിളാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഒന്ന് 3-4 ആളുകളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. VD സതീശൻ, സുധാകരൻ, രമേശ് ചെന്നിത്തല, ബാക്കി പലരും ഉണ്ടാവും, മുരളീധരൻ ഉണ്ടാവാം, വേറെ പല ആൾക്കാരുണ്ടാവും. പക്ഷെ ഈ 3 പേരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരാണ് ഒരു കരിസ്മാറ്റിക് ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് 4ാമതൊരാൾക്ക് കരിസ്മാറ്റിക് ലീഡറായിട്ട് കയറി വരാൻ അത്ര എളുപ്പമല്ല. അതാണ് അങ്ങനെ കരിസ്മാറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആവാത്തതിൻ്റെ ഒരു കാരണം. പക്ഷെ കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഒരിക്കലും നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. പിന്നെ ഒരു MLA സംബന്ധിച്ച് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കേരളത്തിൽ വർക്ക് ആവാറില്ല. അത് മിനിസ്റ്റർക്കോ വരാറുള്ളൂ. ഇപ്പൊ മാണി സാറൊക്കെ എത്രയോ നാള് പാലേന്ന് ജയിച്ചു. ഉമ്മൻചാണ്ടി സാർ എത്ര നാള് ജയിച്ചു? 70 മുതൽ ഈ 2021 വരെ അല്ലേ? 70 മുതൽ എത്ര നീണ്ട വർഷമാണ് ഒരേ സ്ഥലത്ത് നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നു. ചില ഭൂരിപക്ഷത്തിന് ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം അന്നത്തെ പൊളിറ്റിക്കൽ സർക്കംസ്റ്റൻസ് അനുസരിച്ച്. ബട്ട് അവര് കെപ്റ്റ് ഓൺ വിന്നിങ് അല്ലേ? അപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ MLAക്ക് സാധാരണ, അല്ലെങ്കിൽ പിന്നെ അയാൾ അത്രത്തോളം ഒരു കാൽക്കാശിന് കൊള്ളാത്ത ആൾക്കാരെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരാളായിരിക്കണം. വർത്തമാനം പറയുന്നത് അറിയില്ല. പക്ഷെ വളരെ സാധുവായിട്ടുള്ള, വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത അനൂപ് ജേക്കബ് ജയിക്കുന്നുണ്ടല്ലോ. അനൂപ് ജേക്കബ് അങ്ങനെ ഭയങ്കര TM ജേക്കബിന്റെ പോലെ TM ജേക്കബിന് ആ പ്രായത്തിൽ ഉണ്ടായിരുന്ന കരിസ്മ അനൂപ് ജേക്കബിനുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ മിനിസ്റ്റർ ആവാനൊക്കെ സാധിച്ചു, അത് വേറെ കാര്യം. വളരെ നൈസ് ക്യാരക്ടറാണ്, എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ജയിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ സണ്ണി ജോസഫിന് ബാധകമാവേണ്ട കാര്യമില്ല. പിന്നെ പാർട്ടി മെഷീനറി, മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ പാർട്ടി മെഷീനറി ശക്തമായിട്ട് ചലിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഇത്തവണ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അവർ പുറത്തേക്ക് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും. പിന്നെ ആരോഗ്യ വകുപ്പിലെ കെടുകാര്യസ്ഥത, ഇപ്പോൾ വീണ്ടും ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് KK ശൈലജയെ ആരോഗ്യമന്ത്രിയെ കിട്ടുമെന്നുള്ളൊരു ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ആശ ജനത്തിനുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് വരികയാണെങ്കിൽ ഇങ്ങനെ പാർട്ടി മെഷീനറി പ്രവർത്തിക്കാതിരിക്കുമോ? കാരണം ജയിക്കേണ്ടത് ഈ സർക്കാരിന്റെ കൂടി ആവശ്യമായിട്ട് മാറില്ലേ?
അങ്ങനെയില്ല. ഇപ്പോൾ ഇവർ ജയിച്ചു എന്നിരിക്കട്ടെ, ജയിച്ചാൽ ഇവർ മന്ത്രി ആവണമെന്നോ മന്ത്രിയാണെങ്കിൽ തന്നെ ആരോഗ്യവകുപ്പ് കിട്ടണമെന്നോ എന്നൊക്കെ ആർക്കാ പറയാൻ പറ്റുക? ഏതായാലും അവർ ഒരു കാര്യം ഞാൻ പറയാം, ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് അവർ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളൊരു ഇമ്പ്രഷനാണല്ലോ ഉള്ളത്. അതെ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് നിപ വൈറസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. വളരെ ശക്തമായിട്ട് അവർ പ്രവർത്തിച്ചു എന്ന് അതുണ്ട്. പറയുന്നത്. ജനങ്ങളോട് ഇടപെടുന്നതിന്റെ ഒരു ആ രീതി കൂടി കുറെ ഉണ്ടായിരുന്നു. ജനകീയ സ്വഭാവമുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ പോലെയല്ല, ജനകീയ സ്വഭാവമുണ്ട്. ഇതെല്ലാം ശരി. പക്ഷേ കേരളത്തിന്റെ സാഹചര്യം എസ്പെഷ്യലി മുഖ്യമന്ത്രിയുടെ മനഃശാസ്ത്രം, ഇതേ ആളും LDF തിരിച്ചു വരികയും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവുകയും ചെയ്യുകയാണെങ്കിൽ ഉം. ഇവര് ഒരു കാലത്ത് ഷൈൻ ചെയ്ത മിനിസ്ട്രി ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ മിനിസ്ട്രി കൊടുക്കില്ല. അവർക്ക് വല്ല സ്പോർട്സോ എന്തെങ്കിലും കൊടുക്കാനാ ചാൻസ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇഫ് അറ്റ് ഓൾ അവർ മിനിസ്റ്റർ ആക്കുകയാണെങ്കിൽ ഉം. അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമല്ലോ. അങ്ങനെ കുറേ വകുപ്പുണ്ട്. സഹകരണം പോലും ഒത്തിരി പ്രസ്റ്റീജിയസാണ് കേരളത്തിൽ. അങ്ങനെ സഹകരണ ബാങ്ക് അത്രയധികം ഉള്ളതുകൊണ്ട്. പക്ഷെ അല്ലാത്ത പലതും ഉണ്ടാവുമല്ലോ. PWDയും ധനകാര്യവും ആരോഗ്യവും സഹകരണം അല്ലാത്ത മിനിസ്ട്രികൾ കുറേ ഇല്ലേ. ഇപ്പൊ നമുക്ക് ചേർക്കാത്ത മിനിസ്റ്റേഴ്സ് അവരുടെ വകുപ്പ് നമുക്ക് പെട്ടെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. നമുക്ക് നെറ്റിലൊക്കെ തപ്പേണ്ടി വരും. അതിനകത്ത് അതെ സിഗ്നിഫിക്കൻ്റ് ആയുള്ള വകുപ്പുകളല്ല. അപ്പം അങ്ങനെ ആവുമെങ്കിൽ തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ മന്ത്രി ഗവൺമെന്റ് 3-ാം ടേമിൽ വരികയും ശൈല ടീച്ചർ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശൈല ടീച്ചർ ഒരിക്കലും ആരോഗ്യമന്ത്രി ആയിരിക്കില്ല. അതൊരിക്കലും ഈ മുഖ്യമന്ത്രി ചെയ്യില്ല. പിന്നെ ഒരിക്കൽ കൂടി അവർക്ക് ഷൈൻ ചെയ്യാനുള്ള അവസരം കൊടുക്കില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എന്ന് വെച്ചാൽ ഫോർ, N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.